قال الله تعالى في قرآنه الكريم: يا أيها الذين آمنوا لا تتخذوا اليهود والنصارى أولياء بعضهم أولياء بعض ومن يتولهم منكم فإنه منهم إن الله لا يهدي القوم الظالمين. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ പിഴവുകൾ അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യത്താൽ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ പശ്ചിമേഷ്യയിൽ താൽക്കാലികമായിട്ടാണെങ്കിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. പശ്ചിമേഷ്യയെ നമ്മൾ സവിസ്തരം പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സംഘർഷങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ചരിത്രമാണ് കാണുവാൻ സാധിക്കുക. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ ഏതാനും ആഴ്ചകൾ നീണ്ടു നിന്ന ഈ ഒരു യുദ്ധത്തിലൂടെ അമേരിക്കയും ഇസ്രായേലും എന്ത് നേടി എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇറാൻ എന്ന പരമാധികാര രാഷ്ട്രത്തിൻ്റെ ഭരണമാറ്റം ആയിരുന്നു അവർ മുന്നോട്ട് വച്ച ലക്ഷ്യം. എന്നാൽ ആ ലക്ഷ്യം നേടിയെടുക്കാൻ അവർക്ക് സാധ്യമായിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഇറാൻ ഭരണകൂടത്തിൻ്റെ നേതൃനിരയിൽ ഉള്ളവരെ കൊലപ്പെടുത്താൻ അവർക്ക് സാധ്യമായിട്ടുണ്ട് എന്നതല്ലാതെ പറയത്തക്ക മറ്റൊരു നേട്ടവും യുദ്ധം ആരംഭിച്ചവർക്ക് ഉണ്ടായിട്ടില്ല. ഇറാന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 1979 മുതൽ ഈ ഒരു ഭരണമാറ്റം പാശ്ചാത്യ ശക്തികൾ ആഗ്രഹിക്കുന്നതാണ്. ഇറാനിലെ ഭരണം മാറണം എന്നത് ഇസ്രായേൽ എന്ന രാജ്യവും ആഗ്രഹിക്കുന്നു, പാശ്ചാത്യ ശക്തികളും ആഗ്രഹിക്കുന്നു. 1979 ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഇറാൻ എന്ന രാഷ്ട്രത്തിൻ്റെ പിറവി. അവർ വിശേഷിപ്പിക്കുന്ന പോലെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട് ഇറാൻ മാറുന്നത് 1979 മുമ്പ്
രാജഭരണകൂടം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പഹ്ലവി രാജവംശം. ഈ ഭരണകൂടമാകട്ടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അനുകൂലമായിരുന്നു. ഇന്നത്തെ അറബ് രാജ്യങ്ങൾ ഏത് രൂപത്തിലാണോ വിധേയപ്പെട്ടിരിക്കുന്നത് അതേപോലെ ഇസ്രായേൽ ഭരണകൂടത്തിനും അമേരിക്കൻ പാശ്ചാത്യ ശക്തികൾക്കും വിധേയപ്പെട്ട ഒരു ഭരണകൂടമായിരുന്നു ഇറാനിൽ ഉണ്ടായിരുന്നത്. അതിൽ മനം മടുത്ത ജനങ്ങൾ തെരുവിലിറങ്ങി വിപ്ലവം നയിച്ചു. ജനകീയ വിപ്ലവത്തിലൂടെ ഇറാനിൽ ഭരണമാറ്റമുണ്ടായി. പഹ്ലവി ഭരണകൂടം അസ്തമിച്ചു. ഇന്ന് കാണുന്ന രൂപത്തിലുള്ള, അവർ വിശേഷിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട് ഇറാൻ മാറുന്നു. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ ഭരണമാറ്റം. ആ ഇസ്ലാമിക് റിപ്പബ്ലിക് ആകട്ടെ അമേരിക്കയുടെ പക്ഷത്തേക്ക് മാറിയില്ല, ഇസ്രായേൽ പക്ഷത്തേക്ക് മാറിയില്ല. സ്വതന്ത്രമായിട്ട് കരുത്താർജിച്ച് ആ ഒരു ഭരണകൂടം പശ്ചിമേഷ്യയിലെ ഒരു ശക്തിയായിട്ട് മെല്ലെ വളർച്ച പ്രാപിച്ചു. അന്ന് തൊട്ട് ആരംഭിച്ചതാണ് ഈ ഭരണകൂടത്തെ മാറ്റിയെടുക്കണം എന്ന അമേരിക്കൻ തന്ത്രം, അതോടൊപ്പം തന്നെ ഇസ്രായേൽ തന്ത്രവും. പല രൂപത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തി, സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി, രാഷ്ട്രീയമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. രാജ്യത്തിൻ്റെ അകത്ത് കലാപങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ഈ അടുത്ത കാലത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇറാനിൽ ആഭ്യന്തര സംഘർഷങ്ങളും കലാപങ്ങളുമൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കി ഭരണകൂടത്തെ അട്ടിമറിക്കുക, അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുന്ന, ഇസ്രായേൽ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുന്ന ഒരു പാവ ഭരണകൂടത്തെ അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ 1979 മുതൽ ആരംഭിച്ചതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാം, 1980 ഇറാനും ഇറാഖും തമ്മിൽ നടന്ന ഒരു യുദ്ധം. 8 വർഷക്കാലം ആ യുദ്ധം നീണ്ടുനിന്നു. ആ യുദ്ധത്തിൽ രഹസ്യമായിട്ടും പരസ്യമായിട്ടും അമേരിക്കയും ഇസ്രായേലും ഇറാഖിനെയാണ് സഹായിച്ചത്. ഷിയ സുന്നി എന്ന ഒരു വിഭജനം അവരാണ് ഏർപ്പെടുത്തിയത്. ഇറാനിൽ ഷിയാക്കളാണ്, ഇറാഖിൽ സുന്നികളാണ്. ഇതൊരു ഷിയ സുന്നി സംഘട്ടനമാണ്. സുന്നികളുടെ കൂടെ അമേരിക്കയും ഇസ്രായേലും നിൽക്കുന്നു. ഇറാനിൽ ഷിയാക്കളായതുകൊണ്ട് സുന്നികളൊക്കെ ഞങ്ങളുടെ പക്ഷത്താണ് നിൽക്കേണ്ടത് എന്ന ന്യായം ആ സന്ദർഭത്തിൽ നമ്മളൊക്കെയും കേട്ടതാണ്. 8 വർഷക്കാലം ആ യുദ്ധം നീണ്ടുനിന്നു. 1988 ആ യുദ്ധം അവസാനിച്ചത്. ഷിയ സുന്നി സംഘർഷങ്ങൾ ശക്തിപ്പെട്ടു. ഷിയാക്കൾക്കെതിരെ സുന്നികൾ, സുന്നികൾക്കെതിരെ ഷിയാക്കൾ. ഇങ്ങനെ ഷിയാക്കളെയും സുന്നികളെയും തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ, അതിൻ്റെ രൂപത്തിൽ അമേരിക്ക. ഈ ഒരു സംഘർഷം കൊണ്ട് ഇറാൻ ജയിച്ചില്ല, ഇറാഖും ജയിച്ചില്ല. അവസാനം ഒരു ചർച്ചയിലൂടെ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നു. കുറെ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു. പശ്ചിമേഷ്യയിൽ കുറെ സുന്നികൾ കൊല്ലപ്പെട്ടു, കുറെ ഷിയാക്കൾ കൊല്ലപ്പെട്ടു. അതിനപ്പുറത്തേക്ക് ഒരു നേട്ടവും ആ യുദ്ധം കൊണ്ട് ഉണ്ടായിട്ടില്ല. അതിനുശേഷം നമ്മൾ കാണുന്ന മറ്റൊരു യുദ്ധമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു. ആ യുദ്ധത്തെ നിഷ്പക്ഷമായി സമീപിക്കുമ്പോൾ ഒന്ന് നെതന്യാഹുവാണ്, മറ്റൊരു വ്യക്തി ഡൊണാൾഡ് ട്രംപാണ്. നെതന്യാഹുവിൻ്റെ ലക്ഷ്യമൊന്ന് വേറെയാണ്, ട്രംപിൻ്റെ ലക്ഷ്യമൊന്ന് വേറെയാണ്. ട്രംപിൻ്റെ ലക്ഷ്യമാകട്ടെ രാഷ്ട്രീയമായ വലിയ താല്പര്യങ്ങൾ ട്രംപിനുണ്ട്. ആഗോള അടിസ്ഥാനത്തിൽ
വലിയ മേധാവിത്വം ഞങ്ങൾക്കാകണം എന്ന രാഷ്ട്രീയമായ താല്പര്യം ട്രംപിനുണ്ട്. എന്നാൽ നെതന്യാഹുവിനാകട്ടെ മേഖലയുടെ ആധിപത്യം ഞങ്ങൾക്കാകണം എന്ന താല്പര്യമാണ് നെതന്യാഹുവിനുള്ളത്. ഇപ്പൊ ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത് ആഗോള മേധാവിത്വമാണെങ്കിൽ നെതന്യാഹു ലക്ഷ്യം വയ്ക്കുന്നത് മേഖലയുടെ ഒരു മേധാവിത്വമാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമാകണം ഈ ലോകത്തെ നിയന്ത്രിക്കേണ്ട പരമാധികാര ശക്തി. ചൈന വളർന്നു വരുന്നു. മേധാവിത്വം ചൈനയുടെ കൈകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ചൈനയ്ക്ക് എണ്ണ നൽകുന്ന രാജ്യങ്ങളുണ്ട്. അതിലൊന്ന് വെനിസ്വലയാണ്. മറ്റൊന്ന് ഹോർമുസ് കടലിടുക്ക് വഴിയാണ് എണ്ണ പോകുന്നത്. ചൈനയിലേക്ക് 40% എണ്ണ വരുന്ന വഴി ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ചൈനയ്ക്ക് എണ്ണ നൽകുന്ന രാജ്യങ്ങളോട് അമേരിക്കയുടെ നയം മറ്റൊരു രൂപത്തിലാണ്. വെനിസ്വലൻ പ്രസിഡന്റിനെ ഒറ്റ രാത്രി കൊണ്ട് തടവിലാക്കിയത് നമ്മൾ കണ്ടതാണ്. ചൈനയ്ക്ക് എണ്ണ കൊടുക്കരുത് എന്ന് വെനിസ്വലയോട് അമേരിക്ക ആവശ്യപ്പെടുന്നു. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല. പിന്നെ നമ്മൾ അവിടെ എന്ത് നടന്നു നമ്മൾ കണ്ടതാണ്. ഇതേ ആവശ്യം ഇറാനോടും ആവശ്യപ്പെട്ടിരുന്നു. ഇറാനും വഴങ്ങിയില്ല. ഇറാനെതിരെ അമേരിക്ക എന്തുകൊണ്ട് തിരിഞ്ഞു? ട്രംപിന്റെ താല്പര്യം എന്ത്? രാഷ്ട്രീയ നിരീക്ഷകർ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വലിയൊരു പാഠമാണത്. രാഷ്ട്രീയ മേധാവിത്വം, ആഗോള മേധാവിത്വം ഞങ്ങൾക്കാകണമെന്ന അമേരിക്കയുടെ താല്പര്യം, അതാണ് ട്രംപിനെ നയിക്കുന്നത്. എന്നാൽ നെതന്യാഹു അഥവാ ഇസ്രായേൽ ഭരണകൂടം അവരെ നയിക്കുന്നത് മേഖലയുടെ താല്പര്യമാണ്. പശ്ചിമേഷ്യയിൽ ഞങ്ങൾക്കാകണം ആധിപത്യം. ഇപ്പോ പശ്ചിമേഷ്യയിൽ 2 രാജ്യങ്ങൾക്കാണ് സൈനികമായ ശക്തിയുള്ളത്. ഒന്ന് ഇസ്രായേൽ ആണെങ്കിൽ മറ്റൊന്ന് ഇറാനാണ്. ഞങ്ങളെക്കാൾ വലിയ രാഷ്ട്രീയ ശക്തിയായിട്ട്, പരമാധികാര രാജ്യമായിട്ട് ഇറാൻ മാറിക്കൂടാ. മേഖലയുടെ പരമാധികാരം ഞങ്ങൾക്കാകണം എന്ന താല്പര്യം. മാത്രമല്ല അതിന് മതപരമായ ഒരു വർണ്ണം കൂടിയുണ്ട്. യഹൂദരുടെ ഒരു വിശ്വാസം, അത് യഹൂദരുടെ വിശ്വാസമല്ല, സിയോണിസ്റ്റുകളായ തീവ്ര യഹൂദർ ഉണ്ടാക്കിയെടുത്ത ഒരു വിശ്വാസമാണ്. അഥവാ കാനാൻ പ്രദേശം, ഫലസ്തീൻ, ഇന്നത്തെ ഫലസ്തീൻ, അതുപോലെ ഇസ്രായേൽ, അതുപോലെ അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മക്ക മദീന ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ, ആ എല്ലാ രാജ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രേറ്റർ ഇസ്രായേൽ, വിശാലമായ ഒരു ഇസ്രായേൽ രാജ്യം. ഞങ്ങൾക്ക് ദൈവം അഥവാ യഹോവ വാഗ്ദത്തം ചെയ്ത കാനാൻ പ്രദേശം, തോറ അതിലെ നിയമപ്രകാരം കാനാൻ എന്ന ഒരു പ്രദേശം, അത് ഞങ്ങളുടേതാണ്. അത് ഞങ്ങൾക്ക് ദൈവം നൽകിയതാണ്. ഞങ്ങളാകട്ടെ വിശിഷ്ടരായ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ഞങ്ങൾ അല്ലാത്ത മറ്റു മനുഷ്യരൊക്കെ നികൃഷ്ട ജീവികളാണ് എന്ന ഒരു വിശ്വാസം അവർ വച്ചു പുലർത്തും. ഇത് എല്ലാ യഹൂദരെ സംബന്ധിച്ചുമല്ല. സിയോണിസ്റ്റുകൾ എന്ന് അറിയപ്പെടുന്ന ഒരു വിഭാഗം യഹൂദർ. അതുകൊണ്ട് ഗ്രേറ്റർ ഇസ്രായേൽ, നിങ്ങൾക്കറിയാം, അതിർത്തിയില്ലാത്ത ഏക രാജ്യമാണ് ഇസ്രായേൽ. ഇന്ത്യ മഹാരാജ്യത്തിന് അതിർത്തിയുണ്ട്, അമേരിക്കയ്ക്ക് അതിർത്തിയുണ്ട്, ഏതൊരു രാജ്യത്തിനും അതിർത്തിയുണ്ട്, ബൗണ്ടറിയുണ്ട്. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതിർത്തി എവിടെയാണ്? എവിടം വരെയുണ്ട് ആ രാജ്യം? അതിർത്തി വരയ്ക്കാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ. അഥവാ ലബനാൻ, ജോർദാൻ, ഈജിപ്ത്, അതുപോലെ സിറിയ, മറ്റ് അറബ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങളൊക്കെ, ഇന്നത്തെ മക്കയും മദീനയും, ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം, ബൈത്തുൽ മഖ്ദിസ് 40 ദിവസമായി അവിടെ ബാങ്ക് വിളിച്ചിട്ട് ഒരു പത്രവാർത്തയായിരുന്നു. അഥവാ അവിടെ ഈദ്ഗാഹ് നടന്നിട്ടില്ല. കഴിഞ്ഞ പെരുന്നാളിൽ ബൈത്തുൽ മഖ്ദിസിൽ അഥവാ ഫലസ്തീൻ, അവിടെ ഈദ്ഗാഹ് നടന്നിട്ടില്ല, ബാങ്ക് വിളി നടന്നിട്ടില്ല, നമസ്കരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്?
ഇപ്പോ ജുമഅ അവിടെ നടക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. എന്തുകൊണ്ട്? അത് ഇസ്രായേലിന്റെ കീഴിലാണ്. അതിനെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ പട്ടാളക്കാരാണ്, ഇസ്രായേൽ ഭരണകൂടമാണ്. ഇതേപോലെ മക്കയും മദീനയും കഅബ ഷരീഫ് ഉൾപ്പെടെ മദീന മുനവ്വറ ഉൾപ്പെടെയുള്ള സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഒരു ഗ്രേറ്റർ ഇസ്രായേൽ ആണ് ഇസ്രായേലിന്റെ സ്വപ്നം. ഞങ്ങൾക്ക് ദൈവം തന്ന, ഞങ്ങൾക്ക് വാഗ്ദത്തമായി ദൈവം തന്ന ഭൂമിയാണത്, അത് ഞങ്ങൾ തിരിച്ചു പിടിക്കും. അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം മേഖലയിൽ പരിമിതമാണെങ്കിൽ ട്രംപിന്റെ ലക്ഷ്യം ആഗോളതലത്തിലാണ്. പക്ഷെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അവർക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ല. അതിനെ പ്രതിരോധിച്ച് നിന്നത് അത്ഭുതമായി നമുക്ക് തോന്നുന്നു. നിങ്ങൾ ശാന്തമായി ചിന്തിക്കുക, ഈ യുദ്ധത്തിലെങ്ങാനും ഇറാൻ തോറ്റിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ട്രംപ് വിചാരിച്ച പോലെ, ഇസ്രായേൽ വിചാരിച്ച പോലെ ഈ യുദ്ധം നടക്കുന്നു, ഭരണമാറ്റം ഉണ്ടാകുന്നു, ഇറാൻ എന്ന് പറയുന്ന രാജ്യം അമ്പേ പരാജയപ്പെടുന്നു. എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഗ്രേറ്റർ ഇസ്രായേൽ അവർക്ക് എളുപ്പമായി കിട്ടും. ഇറാഖിനെ അവർ ഒതുക്കിയതാണ്. മേഖലയിലെ ശക്തിയായിട്ട് ഇറാഖ് മാറിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇറാഖിനെതിരെ യുദ്ധമുണ്ടായത്. സദ്ദാം ഹുസൈൻ അദ്ദേഹത്തെ തൂക്കിലേറ്റി. ഇനി ആകപ്പാടെയുള്ള ഒരു ശക്തിയാണ് ഇറാൻ. ഇറാനിനെ അമ്പേ പരാജയപ്പെടുത്തിയാൽ ഗ്രേറ്റർ ഇസ്രായേൽ പിന്നെ എളുപ്പ വഴിയാണ്. പിന്നെ അവർക്കൊരു പ്രയാസമില്ല. ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു പോരാളി വിഭാഗമുണ്ടല്ലോ. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമുക്കിടയിലുണ്ട്. പക്ഷേ ഹിസ്ബുള്ള എങ്ങാനും പരാജയപ്പെട്ടാൽ ലബനാൻ എന്ന രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതാരും ചിന്തിക്കുന്നില്ല. ഹിസ്ബുള്ള എങ്ങാനും പരാജയപ്പെട്ടാൽ ലബനാൻ എന്ന രാജ്യം പിന്നെ ഇല്ല. ലബനാനിൽ ഒരു സൈനിക സെറ്റപ്പ് ഇല്ല, ശക്തിയില്ല, പറയത്തക്ക ഒരു ഭരണകൂടമില്ല. ഇസ്രായേൽ അനുകൂലികളാണ്. ഹിസ്ബുള്ള അവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവിടെ ബോംബ് വർഷം നടക്കുന്നുണ്ട്. ലബനാനിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ പോരാളി ഗ്രൂപ്പാണ് ലബനാനിനെ പൂർണ്ണമായിട്ട് ഇസ്രായേലിന് വശപ്പെടുത്താൻ സാധ്യമാകാത്ത രൂപത്തിൽ അവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഹിസ്ബുള്ളയും മറുഭാഗത്ത് ഇറാനും. ഈ 2 വിഭാഗങ്ങൾ പരാജയപ്പെട്ടാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് ഊഹിക്കാൻ സാധിക്കും. ഞാനിവിടെ ഓതി വെച്ച ആയത്തുണ്ട്, സൂറത്ത് അൽ മാഇദയിലെ 51-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തത്തഖിദുൽ യഹൂദ, നിങ്ങൾ യഹൂദരെ രക്ഷാധികാരികളാക്കരുത്, വന്നസാറ, ക്രൈസ്തവരെയും. ഇത് മൊത്തത്തിലുള്ള ക്രൈസ്തവരെയും യഹൂദരെയും സംബന്ധിച്ച് പറഞ്ഞ ഒരു കാര്യമല്ല. ആ സന്ദർഭത്തിൽ നമ്മൾ ഈ ആയത്തിനെ പഠിക്കേണ്ടത് ലോകാവസാനം വരെ ഈ ആയത്ത് ഇങ്ങനെ ആയിരിക്കും എന്ന അർത്ഥത്തിലല്ല. ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ ശത്രു വിഭാഗത്ത് നിലയുറപ്പിച്ചത് ഒരു വിഭാഗം യഹൂദരും ഒരു വിഭാഗം ക്രൈസ്തവരും ആയിരുന്നു. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ യഹൂദരെയും ക്രൈസ്തവരെയും രക്ഷാധികാരികൾ ആക്കരുത്. ഔലിയാ, രക്ഷാധികാരികൾ. അവർ പരസ്പരം ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ, അവർ പരസ്പരം രക്ഷാധികാരികളാണ്. വമയ്യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും, ആരെങ്കിലും അവരെ രക്ഷാധികാരികളാക്കിയാൽ ആ രക്ഷാധികാരികളാക്കുന്നവർ അവർക്കൊപ്പമാണ്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ജനസമൂഹത്തിന് അള്ളാഹു നേരായ മാർഗം കാണിച്ചു കൊടുക്കുകയില്ല. നിങ്ങൾക്ക് ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലായി കാണും. അഥവാ യഹൂദരെയും ക്രൈസ്തവരെയും രക്ഷാധികാരികൾ ആക്കരുത്. അങ്ങനെ ആരെങ്കിലും ആക്കിയാൽ അവർക്കൊപ്പമാണ്. GCC രാജ്യങ്ങളെ ഒന്ന് പഠിക്കൂ നിങ്ങൾ. ഈ GCC രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ രക്ഷാധികാരികൾ ആക്കിയത് ആരെയാണ്? 1945 മുതലുള്ള ഒരു കരാറുണ്ട്. ആ കരാർ എന്താണ്? എണ്ണയ്ക്ക് പകരം സുരക്ഷ എന്നതാണ് കരാർ. ഓയിൽ ഫോർ എന്താണ്? സുരക്ഷ അഥവാ സെക്യൂരിറ്റി.
എണ്ണയ്ക്ക് പകരം സുരക്ഷ. 1945 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റും സൗദി കുടുംബത്തിലെ രാജാവും ചേർന്ന് വാക്കാൽ ഉണ്ടാക്കിയ ഒരു കരാർ. നിങ്ങൾ ഞങ്ങൾക്ക് എണ്ണ നൽകണം, പകരം ഈ രാജ്യങ്ങളുടെ മൊത്തം സുരക്ഷ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. 1945 മുതൽ അമേരിക്കൻ സൈന്യത്തെ തീറ്റിപ്പോറ്റുക എന്ന നിലപാടാണ് ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയിൽ അമേരിക്കൻ സൈന്യമുണ്ട്. ഏറ്റവും അധികം അമേരിക്കൻ സൈന്യമുള്ളത് ഖത്തറിലാണ്. എല്ലാ GCC രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനിക ബേസുണ്ട്. ഈ സൈന്യത്തെ തീറ്റിപ്പോറ്റുക, അവരെ സംരക്ഷിക്കുക, അവരുടെ ആയുധങ്ങളെ സൂക്ഷിക്കുക, പകരം ഞങ്ങൾ എണ്ണ തരാം. ഇതാണ് കരാർ. പക്ഷെ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് സ്വന്തമായിട്ട് ആയുധം നിർമ്മിക്കാൻ അധികാരമില്ല. സൗദി അറേബ്യയ്ക്ക് സ്വന്തമായി ആയുധം നിർമ്മിക്കാൻ അധികാരമില്ല. സ്വന്തമായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം, ഞങ്ങൾ സംരക്ഷിക്കാം, നിങ്ങൾ ആയുധം ഉണ്ടാക്കേണ്ടതില്ല. അപ്പൊ ഈ അമേരിക്കൻ ബേസ് മുഴുവൻ, അമേരിക്കൻ സൈനികർ മുഴുവൻ ഇവിടെയാണ്. അപ്പൊ രക്ഷാധികാരികളായിട്ട് ആരെയാണ് സ്വീകരിച്ചത്? ചതിയന്മാരെയും വഞ്ചകരെയും രക്ഷാധികാരികളായി സ്വീകരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ചതിയന്മാരെയും വഞ്ചകരെയും രക്ഷാധികാരികളായി സ്വീകരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ മാഇദയിലെ 51-ാമത്തെ ആയത്താണ്. വേറെയും ആയത്തുകളുണ്ട്. അപ്പൊ സുന്നികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം യഹൂദ ക്രൈസ്തവരെ രക്ഷാധികാരികളായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിന്റെ തിക്തഫലം അറബ് രാജ്യങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇറാൻ ആകട്ടെ, അതൊരു ഷിയ രാജ്യമാണ്. ഈ ഷിയ രാജ്യം അവര് എണ്ണയ്ക്ക് പകരം സുരക്ഷ ഈ ഉടമ്പടി ചെയ്തിട്ടില്ല. അവർ സ്വന്തമായി കരുത്ത് നേടി, വിദ്യാഭ്യാസം നേടി, പ്രഗത്ഭരായ സയന്റിസ്റ്റുകളെ അവർ വാർത്തെടുത്തു. വലിയ വലിയ ആയുധങ്ങൾ അവർ നിർമ്മിച്ചു. അതിന് വേണ്ട സംവിധാനങ്ങൾ അവർ ഒരുക്കി. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ആയത്ത് കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. സൂറത്ത് അൻഫാലിലെ ഒരായത്താണ്. സൂറത്ത് അൻഫാലിലെ 60-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅഇദ്ദൂ ലഹും, നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുക, മസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ, മിൻ ഖുവ്വത്തിൻ, ശക്തി. ഇത് രാജ്യത്തോടാണ് പറയുന്നത്, വ്യക്തികളോടല്ല. രാജ്യമായ ശേഷം ഭരണകൂടത്തോട് പടച്ചവൻ പറയുന്നു, ഭരണകൂടം ആയുധശേഷിയില്ലാത്ത ഭരണകൂടം ആയിക്കൂടാ. അതുകൊണ്ട് നിങ്ങൾ അവർക്കെതിരെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ തയ്യാറാക്കി വയ്ക്കുക, മസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുന്ന അത്രയും, മിൻ ഖുവ്വത്തിൻ, ശക്തി, മിൻ റിബാത്തിൽ ഖൈൽ, അത് കുതിരപ്പടയാകട്ടെ, തുർഹിബൂന, നിങ്ങൾ പേടിപ്പിക്കണം, അല്ലാഹുവിന്റെ ശത്രുക്കളെ അഥവാ രാജ്യത്തിന്റെ ശത്രുക്കളെ, വഅദുവക്കും, നിങ്ങളുടെയും ശത്രുക്കളെ, വആഖരീന മിൻ ദൂനിഹിം, വേറെ ഒരു വിഭാഗത്തെയും അവരെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്കറിയില്ല. അങ്ങനെയുള്ള നിങ്ങളുടെ രഹസ്യവും നിങ്ങളുടെ പരസ്യവുമായ ശത്രുക്കളെ നിങ്ങൾ പേടിപ്പിക്കണം, നിങ്ങൾ അടിമവേല ചെയ്യരുത്. ഇതാണ് സൂറത്ത് അൻഫാലിലെ 60-ാമത്തെ ആയത്ത്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യമൊക്കെ ബോധ്യപ്പെട്ടുക. ഇറാൻ ഈ ആയത്ത് പ്രകാരം തന്നെയാണ് സംഘടിച്ചത്, ഈ ആയത്ത് പ്രകാരം തന്നെയാണ് ശക്തി പ്രാപിച്ചത്. ഈ സന്ദർഭത്തിൽ ഇറാൻ ഇങ്ങനെ ആയുധശേഷി നേടിയപ്പോ, ഇറാൻ സയന്റിസ്റ്റുകളെ വളർത്തിയപ്പോ, അറബ് രാജ്യങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്കയുണ്ട്, ഞങ്ങളെ സംരക്ഷിക്കാൻ ഇസ്രായേലുണ്ട്, അതുകൊണ്ട് അവരുടെ കൂടെ ഒരു അടിമവേലയ്ക്കാണ് നിന്നുകൊടുത്തത്. അമേരിക്കൻ പട്ടാളക്കാരെ തീറ്റിപ്പോറ്റുന്ന ഒരു ശൈലിയാണ് അവർ സ്വീകരിച്ചത്. അതിന്റെ വില ഇപ്പോ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രതിസന്ധി അറബ് നാടുകൾ ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാനിൽ ഷിയാക്കളാണ്, ശരിയാണ്. ഷിയാക്കളായതുകൊണ്ട് അവർ മുസ്ലിങ്ങളല്ലേ? ഒരു ചോദ്യമാണ്. എന്താ ഷിയാക്കൾ മുസ്ലിങ്ങളല്ലേ? സുന്നി ഷിയ വിഭജനം, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷമുണ്ടായ ഒരു വിഭജനമാണ്. അത് തീവ്രമായ ഒരു ശൈലി സ്വീകരിച്ചിട്ടുണ്ട്. സുന്നികൾ എന്ന് പറയുമ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅ, അതാണ് സുന്നികൾ.
ഷിയ എന്ന് പറയുമ്പോൾ ഷിയത്ത് അറബി വാക്ക് അങ്ങനെയാണ്. ഷിയത്ത് എന്ന വാക്കിന്റെ അർത്ഥം മറ്റൊരു കക്ഷി എന്നാണ്, മറ്റൊരു പാർട്ടി എന്നാണ് ഷിയത്ത്. അപ്പോ അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് മുസ്ലിങ്ങൾ ഭിന്നിച്ചു പോയിട്ടുണ്ട്. ഷിയാക്കൾക്കൊരു വിശ്വാസമുണ്ട്, സുന്നികൾക്കൊരു വിശ്വാസമുണ്ട്. സുന്നികളിൽ തന്നെ അവാന്തര വിഭാഗങ്ങൾ ഒരുപാടുണ്ടല്ലോ. സുന്നികളിൽ ഒരുപാട് അവാന്തര വിഭാഗം സലഫികളായിട്ട്, അതേപോലെ സുന്നി എന്ന വിഭാഗത്തിൽ തന്നെ വേറെയും ഗ്രൂപ്പുകളായിട്ട്. നമ്മുടെ ഈ പ്രദേശത്താണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ, ഇനി അതേപോലെ വേറെ തബ്ലീഗ് ജമാഅത്തിനെ പോലെ വ്യത്യസ്ത ആശയങ്ങൾ, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ അവർക്കുണ്ട്. എല്ലാവരും ചേർന്ന ഒരു സംഘമാണ് സുന്നി. ഇതേപോലെ ഷിയാക്കളിലും ഒരുപാട് അമാന്തര വിഭാഗങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് മറ്റൊരു ഖുതുബയിൽ പരാമർശിക്കാം. ഈ ഷിയാക്കളെ സംബന്ധിച്ച് പൊതുവെ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഒരു ക്യാമ്പയിൻ, ഷിയാക്കൾ മുസ്ലിങ്ങളല്ല, അവരുടെ ഖുർആൻ വേറെയാണ്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പറയാൻ പറ്റൂ? വിവരം കൈത്തുമ്പിലാണ്, വിവരം വിരൽത്തുമ്പിലാണ്, ആർക്കും പരിശോധിക്കാം. ഇറാൻ എന്ന രാജ്യത്തുള്ള ഷിയാക്കളെ സംബന്ധിച്ച് ആർക്കും പരിശോധിക്കാം. ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇറാനിലെ ഷിയാക്കൾ മുസ്ലിങ്ങളല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം നമ്മൾ എന്താ ബുദ്ധിയില്ലാത്തവരാണോ? കാരണം വിരൽ തുമ്പിലാണ് വിവരം കിടക്കുന്നത്. ഷിയാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാനൊരു ഉദാഹരണമായി പറയാം. ഇപ്പൊ കഅബ ഷരീഫിലേക്ക് മുസ്ലിങ്ങളല്ലാത്ത ആരെയും പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ വിശ്വാസമാണ്, ഇസ്ലാമിന്റെ ആദർശമാണ്. മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് കഅബയിലേക്ക് പ്രവേശിക്കാനേ പാടില്ല. സൂറത്ത് തൗബയിലെ 28-ാമത്തെ ആയത്താണ്. നിങ്ങൾ കഅബയിൽ പോയവർക്കറിയാം, അല്ലെങ്കിൽ ഹറമിൽ പോയവർക്കറിയാം, ഒരു പ്രത്യേക അതിർത്തി എത്തുമ്പോൾ മുസ്ലിം അല്ലാത്തവർ ഇതുവഴി പോവുക, മുസ്ലിം ആയവർ ഇതുവഴി പോവുക. മുസ്ലിം, മുസ്ലിം, നോൺ മുസ്ലിം, മുസ്ലിം എന്ന ബോർഡുകളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. അഥവാ മുസ്ലിം അല്ലാത്തവർക്ക് സൗദി അറേബ്യയിൽ പ്രവേശനമുണ്ടെങ്കിലും മുസ്ലിം അല്ലാത്തവർക്ക് കഅബ ഷരീഫിന്റെ അഥവാ വിശുദ്ധമായ ഹറമിലേക്ക് പ്രവേശനമില്ല. അതിന് കാരണം സൂറത്ത് തൗബയിലെ 28-ാമത്തെ ആയത്താണ്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ കഅബ ഷരീഫ് അഥവാ മസ്ജിദുൽ ഹറം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കീഴ്പ്പെടുത്തിയ സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഇനി മുതൽ ഇവിടേക്ക് ബഹുദൈവാരാധകരോ മുസ്ലിം അല്ലാത്തവരോ പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കഅബ ഷരീഫിൽ ഷിയാക്കൾക്ക് പ്രവേശനമുണ്ട്. സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ സലഫികൾ ഭൂരിപക്ഷമുള്ള മതകാര്യങ്ങൾ സലഫികൾ നിയന്ത്രിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് ഹജ്ജ് നിർവഹിക്കാൻ, ഉംറ നിർവഹിക്കാൻ, മറ്റ് ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് കഅബ ഷരീഫിലേക്ക് പ്രവേശിക്കാൻ ഷിയാക്കൾക്ക് അനുവാദമുണ്ട്. ഒരു പണ്ഡിതനും തടഞ്ഞിട്ടില്ല. മുസ്ലിം അല്ലെങ്കിൽ അവിടേക്ക് പ്രവേശനം കൊടുക്കാൻ പാടില്ലല്ലോ. ഒരു വിഭാഗത്തിന് അവിടേക്ക് പ്രവേശനമില്ല. അത് ഏത് വിഭാഗമാണെന്ന് അറിയോ? അഹ്മദിയാക്കൾ അഥവാ ഖാദിയാനികൾ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് രൂപീകൃതമായ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്, മൂവ്മെന്റാണ് ഖാദിയാനിസം. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നേതൃത്വത്തിൽ ഞാൻ പ്രവാചകനാണ് എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല, ഞാനും ഒരു പ്രവാചകനാണ്, ഇനിയും പ്രവാചകന്മാർ വരും എന്നൊരു വാദം ഉന്നയിച്ചുകൊണ്ട് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ ബ്രിട്ടീഷുകാരാണ് പ്രവാചകനാക്കിയത്. അപ്പോ ഈ ഖാദിയാനിസം ഇസ്ലാം അല്ല എന്നത് വളരെ വ്യക്തമാണ്. ലോക പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിധി എഴുതി. പാകിസ്ഥാനിൽ ഖാദിയാനികൾ അമുസ്ലിം ന്യൂനപക്ഷമായിട്ട് കോടതി വിധി വന്നിട്ടുണ്ട്. അപ്പോ ഖാദിയാനികൾ അഥവാ അഹമ്മദിയാക്കൾ പാസ്പോർട്ടിൽ ആ ഒരു പേര് കണ്ടാൽ അവിടേക്ക് പ്രവേശനമില്ല. ആർക്ക്? അഹമ്മദിയാക്കൾക്ക് പ്രവേശനം ഇല്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഷിയ എന്ന പേര് കണ്ടാൽ മുസ്ലിം ഷിയ പാസ്പോർട്ടിൽ അങ്ങനെയാണ് കൊടുക്കുക. നമ്മളാണെങ്കിൽ മുസ്ലിം ഇസ്ലാം, മുസ്ലിം ഷിയ എന്ന് പേര് കണ്ടാൽ അവർക്ക് അവിടെ പ്രവേശനമുണ്ട്. നമ്മുടെ തൊട്ടടുത്തിരുന്ന് അവർ നമസ്കരിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ തോളോട് തോൾ ചേർന്ന് സഫായി നിന്നുകൊണ്ട് ഷിയാക്കളും ഉംറ നിർവഹിക്കുന്നുണ്ട്, ഷിയാക്കളും ഹജ്ജ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഷിയാക്കൾ മുസ്ലിങ്ങളല്ല, അവരുടെ ആദർശം വേറെയാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അങ്ങനെയുള്ള ഒരു ക്യാമ്പയിൻ നമ്മുടെ ഇടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചത്. അതേപോലെ ഷിയാക്കൾക്ക് വേറൊരു ഖുർആനാണ്, നമ്മുടെ ഈ ഖുർആൻ അല്ല അവർക്കുള്ളത്. വേറെ ലക്ഷക്കണക്കിന് ആയത്തുകളുള്ള മറ്റൊരു ഖുർആനാണ് അവർ കൊണ്ടു നടക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, വിരൽ തുമ്പിലാണ് വിവരം. നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും പറയാൻ ആർക്കും സാധ്യമല്ല. പച്ചക്കള്ളമാണ് പറയുന്നത്. ഷിയാക്കൾക്കും ഇതേ ഖുർആൻ തന്നെ, 114 അധ്യായമുള്ള ഈ പറയപ്പെട്ട ഇതേ ഖുർആൻ തന്നെയാണ് അവരും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പരിശോധിക്കാം. ഇപ്പൊ വിവരങ്ങൾ കിട്ടാനായിട്ട് ഒരു പ്രയാസമില്ല, വളരെ എളുപ്പമാണ്. അവർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആൻ ഇതേ ഖുർആൻ തന്നെയാണ്. മുസ്ഹഫുൽ ഉസ്മാനി എന്ന് പറയുന്ന ഇതേ ഈ കാലഘട്ടത്തിലെ ഏറ്റവും നൂതനമായ ഇതേ ഖുർആൻ തന്നെയാണ് അവരും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യത്യാസമില്ല. അപ്പൊ ഇങ്ങനെ ഷിയാക്കളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന എന്നാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസങ്ങളുണ്ട്. എനിക്കൊരു ഖുതുബയിൽ മാത്രം അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധ്യമല്ല. മറ്റൊരു കാര്യം ഞാൻ കേട്ടത്, ഷിയാക്കൾ ഒരുപാട് സുന്നികളെ കൊന്നിട്ടുണ്ട് എന്ന കാര്യമാണ്. അങ്ങനെയും ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നു, ഷിയാക്കൾ ഒരുപാട് സുന്നികളെ കൊന്നു. അങ്ങനെ ഷിയ സുന്നി സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം അടുത്ത ഖുതുബയിൽ. അങ്ങനെ കൊന്നിട്ടുണ്ടോ? എന്താണ് ഷിയ ചരിത്രം? ഷിയാക്കൾ എത്ര വിഭാഗമുണ്ട്? യഥാർത്ഥ ഷിയാക്കൾ ഇനി ഇസ്ലാമിൽ നിന്ന് വേർപെട്ടു പോയ വല്ല ഷിയീസമുണ്ടോ? അങ്ങനെ സുന്നികളെ കൊന്ന ഷിയാക്കളുണ്ടോ? അപ്പൊ ഷിയാക്കളുമായി ബന്ധപ്പെട്ട് ആ ഒരു വിഭാഗത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോ സമയത്തിന്റെ പരിമിതി കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. എന്നാലും ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മുട്ടിലെഴയാതെ, അടിമത്തം കാണിക്കാതെ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം തൻ്റെ ഇടത്തോടെ എഴുന്നേറ്റ് നിന്നത് നമ്മൾ കാണുന്നു. അതേസമയം അടിമത്തം കാണിക്കുന്ന മറ്റ് രാജ്യങ്ങളെയും നമ്മൾ കാണുന്നു. ധീരമായിട്ട് ശക്തി സംഭരിച്ച് തൻ്റെ ഇടത്തോടെ എഴുന്നേറ്റ് നിന്ന് ഞങ്ങളുടെ റബ്ബ് പടച്ചവനാണ്, ഞങ്ങളുടെ ഭരണഘടന ദസ്തൂറുന അൽ ഖുർആൻ, ഞങ്ങളുടെ ഭരണഘടന ഖുർആനാണ്, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അൽ മൗതു ഫീ സബീലില്ലാഹ് അഹ്നാ അമാനീന, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലെ മരണമാണ്. ഞങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല, മരിക്കാൻ പേടിയില്ലാത്തവരെ തോൽപ്പിക്കാനും സാധ്യമല്ല. ഇങ്ങനെയുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് വലിയ സൈന്യത്തോട് ഇറാൻ ഏറ്റുമുട്ടിയത്. നിസാരമായ സൈന്യമല്ല, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സൈന്യം, അതും 2 രാജ്യങ്ങൾ ഒരേ സമയം ഇറാനെതിരെ. ഇറാൻ പിടിച്ചു നിന്നത് ട്രംപിന് വരെ അവസാനം പറയേണ്ടി വന്നു, ഇറാന്റെ പുറകിൽ ഒരു അദൃശ്യ ശക്തിയുണ്ട്. ആ ശക്തി ഏതാണെന്നറിയില്ല, ഒരു അദൃശ്യ ശക്തി പ്രവർത്തിക്കുന്നു, അതാരാണെന്നറിയില്ല എന്ന് ട്രംപിന് വരെ പറയേണ്ടി വന്ന പ്രത്യേകമായ ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും പടച്ചവൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ഖുതുബയിൽ ചർച്ച ചെയ്യാം. അല്ലാഹു എനിക്കും നിങ്ങൾക്കും അതിനുള്ള ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.